ഹലോ ഗെയ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു രസകരമായ രസമാണ്. അപ്പോൾ നമ്മൾ അതിനെടുത്ത് വെച്ചിട്ടുള്ള സാധനം ഇത് ഉലുവ കടുക്, പിന്നെ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് ചതച്ചത്, ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ച് വെച്ച്, പച്ചമുളക് പിച്ചിട്ടിട്ടുണ്ട് ഒരു 3 എണ്ണം, കുറച്ച് മുളക്, ഉണക്കമുളക്, കുറച്ച് കായപ്പൊടി. ഇത് നമ്മുടെ തക്കാളിയും പുളിയും കൂടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ടാക്കി പിഴിഞ്ഞെടുക്കണം. അങ്ങനെ കറക്റ്റാക്കി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം. പുളിവെള്ളവും ഒരു ഉണ്ട പുളിയും അതും കൂടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചട്ടി ഇങ്ങനെ തിളച്ചുകൊണ്ട് എണ്ണ മൂത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം എന്താണ്, കുറച്ച് ഉലുവയും കടുകും കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പ്രയോഗം. അവനൊന്നങ്ങോട്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഉണക്കമുളകും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉണക്കമുളക് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളടുത്തത് ഒന്ന് മൂത്ത് വരട്ടെ. വേണ്ട, നമ്മുടെ വീഡിയോഗ്രാഫർ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് ഇത് എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ കുരുമുളക് ചതച്ചത്, ചെറിയ ജീരകം 1 സ്പൂൺ അത് ചതച്ചത്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇടും. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ട് ആകെ പ്രശ്നമാണ്. അടുത്ത നമ്മളിത് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി പൊടിച്ചതും കൂടിയിട്ട് അതിനകത്തോട്ട് ഇടുകയാണ്. ഇത് കണ്ട് പേടിക്കേണ്ട, അത് പുളി പുഴിഞ്ഞതിൻ്റെ ബാക്കി പുളി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സാധനം. ഇവനെങ്ങനെ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇവിടെ ഇപ്പോഴേ നല്ല മണമൊക്കെ വന്നു തുടങ്ങി, ജീരകത്തിൻ്റെ ഒരു മണമൊക്കെ വന്നു. പിന്നെ ആ തൊലിയോട് കൂടി ഇടുമ്പോഴാണ് നമുക്ക് ആ രസത്തിലെ തൊലിയൊക്കെ കിട്ടുമ്പോഴത്തേക്കാണ് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. അവനൊന്ന് മൂത്ത് നന്നായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കായം പരിമിതമാണ്, കുറച്ചേ ഉള്ളൂ. അതെന്തായാലും അതുള്ളതാവട്ടെ. അതിനകത്തേക്ക് ശൂളം പാടിയിട്ടുണ്ട്. അവനെയും കൂടി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലതുപോലെ അങ്ങോട്ട് മിക്സായിട്ട് അടുത്ത പരിപാടി ഇതിൻ്റെ ആ മൊരിഞ്ഞ മണം, ജീരകവും കുരുമുളകിൻ്റെയും കൂടി ഒരു മണമൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ ഒന്ന് സൂക്കാവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പരമാവധി തീ കുറച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിയുമ്പോഴത്തേക്കും രസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഓക്കെ, പരമാവധി വളരെ എളുപ്പത്തിൽ, വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളൊരു പരിപാടിയേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ രസം. കാര്യം ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഒരു രസം 1/2 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോഴതെല്ലാം അങ്ങ് വളി വിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായി നമ്മുടെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവനൊന്ന് മൂത്തിട്ടുണ്ട്. ഓക്കെ, നല്ല മൂല മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു തക്കാളി കൂട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. തക്കാളി പുളിയും കൂടി പിഴിഞ്ഞ് വെച്ച് കലക്കിയതാണ്. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അവനൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മല്ലി ഇലയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് മല്ലി ഇലയും കൂടി ഇടാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ രസം. ഗൈസ്, അപ്പോൾ നമ്മുടെ രസം ഏകദേശം നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല അടിപൊളി മണവും കാര്യമൊക്കെ വരുന്നുണ്ട്. ഉഷാറാണ് സംഭവം. ഇടുവാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് പരിപാടി, അതായത് ഇതാ കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അതിനകത്തേക്ക് അങ്ങ് ഇടുക. ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ആവശ്യത്തിനൊക്കെ കറക്റ്റായിട്ടുണ്ട്. ആൾപൊടി റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മല്ലിച്ചപ്പ് കൃത്യമായിട്ട് എല്ലാം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി ഇതാ നമ്മൾ നേരിട്ട് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ചോറിൻ്റെ കൂടെയൊക്കെ വന്ന് പിടിച്ചു കൊടുത്താലുണ്ട് പൊളിയായിരിക്കും. ഓക്കെ, നമ്മുടെ കണ്ണൻ കുഴിയാള റെഡിയായി കിടക്കുന്നുണ്ട്. ഓക്കെ, അത് റെഡിയാണ്. ഇവിടെ ചോറ് റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇനി കഴിക്കാൻ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു ഗൈസ്.